ചിക്കൻ കറി ഒരു വെറൈറ്റിയാണ് കേട്ടോ. നിങ്ങളിതുപോലെ ചെയ്യാറുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഞാൻ പത്തിരിയുടെ കൂടെയാണ് ഇത് വിളമ്പാൻ പോകുന്നത്. നല്ല ഒരു സ്മെല്ല്, പിന്നെ തേങ്ങയൊക്കെ, പിന്നെ വറുത്ത തേങ്ങയുടെ ഒരു മണവും അതെല്ലാം കൂടെ പൊതിഞ്ഞിരിപ്പുണ്ട്. മസാല നന്നായിട്ട് പൊതിഞ്ഞ് നല്ല കറിയാണിത്. അപ്പോൾ ഇത് യൂബീസ് ടേസ്റ്റ് ടേബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. പത്തിരിയുടെ കൂടെയാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത്. ഇത് എന്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ പിന്നെ എന്താ പറയുക, ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 1.5 കിലോ ചിക്കൻ എടുത്ത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ പോയിരിപ്പുണ്ട് കേട്ടോ. ആ പാനിലേക്ക് നമുക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണ, ഒരു സ്പൂണ്, ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാനുള്ള കുറച്ച് പൊടികളാണ്. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല പൊടി ഇത്രയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലപ്പൊടി 1 സ്പൂണ്. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണേ. ഇതൊന്നും എന്താ പറയുക, നന്നായിട്ടൊന്ന് വറുത്ത് ഒരു മൊരിഞ്ഞ് വരണം. അപ്പോൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ തീ നല്ലപോലെ കുറച്ചിട്ട് ഇത് പൊടിയെല്ലാം കൂടെ ഒന്ന് മൊരിച്ചെടുക്കണം. അതാണ് ഈ കറിയുടെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മൊരിഞ്ഞ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇത്തിരി നേരം, അറിയാമല്ലോ, ഇത്തിരി കരിഞ്ഞു വരിക്കുമ്പോൾ ഇത്തിരി ഒന്ന് ഇളക്കി കൊടുക്കണം. അതവിടെ നിന്ന് ഇളക്കിയിട്ട് ഇവിടെ നിന്ന് ചൂടായിരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മൾ ചിക്കൻ കഴുകി വെച്ചിട്ടില്ലേ, അതിനകത്തേക്ക് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഈ വറുത്ത മസാല ചൂടാറി കഴിയുമ്പോൾ നല്ലപോലെ അതിനകത്തിട്ട് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ആ മസാല ഇതാക്കണ്ട നല്ലൊരു കളറുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറിയിരിക്കട്ടെ. അതിനിടയ്ക്ക് നമുക്ക് അറിയാലോ, സവോള അരിഞ്ഞെടുക്കണം. ഒരു 4 സവോള നമുക്ക് അരിയണം. ഉള്ളിയൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. നല്ല കറിയാണ്. അപ്പോൾ നമ്മുടെ പാന് നമുക്ക് വേറെ ആ പാത്രത്തിൽ തന്നെ വേണേൽ വയ്ക്കാം. എൻ്റെ ആ പാത്രം കുറച്ച് ചെറുതാണ്, ഞാനിതെടുത്തു. അതിനകത്തേക്ക് ഇത്തിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകമാണ്, ക്യുമിൻ. ആ കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ചിടണേ, അല്ലെങ്കിൽ ജീരകം കരിഞ്ഞു പോവും. അപ്പോൾ ഒരു 1/4 സ്പൂണൊക്കെ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 കപ്പ്, 1/4 കപ്പൊക്കെ മതി. ഈ തേങ്ങ ഒന്ന് നല്ലപോലെ ഒന്ന് കുറച്ചൊന്ന് ചുമന്ന് വരണം. അത് കരിഞ്ഞു പോകണ്ട, ഒരു ഇളം ചുവപ്പ് നിറമാവണം. ഏകദേശം ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചിട്ടേ ഉള്ളൂ, ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമുളക് ഒന്ന് പോട്ടെ. പിന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് ഈ കറിക്ക്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. തേങ്ങയൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 സവോള ഞാൻ കുറച്ച് പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിട്ട് നമുക്കിത് എന്താ പറയുക, സവോള നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം. അത്ര ആകുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. ആ തേങ്ങയും ആ സവോള എല്ലാം കൂടെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. വേണമെങ്കിൽ നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. സവോള ഒന്ന് വേഗത്തിൽ മൂത്ത് വന്നോളൂല്ലോ. അപ്പോൾ നമ്മൾ പലതരത്തിലും ചിക്കൻ കറി വെക്കാറുണ്ട്. ഇനി വെന്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, മസാലയൊക്കെ ഇറച്ചിയിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കുന്നില്ല കേട്ടോ. ഈ ഇറച്ചിയുടെ വെള്ളം ഇറങ്ങി വന്നത്. പിന്നെ ഒരു 2 തക്കാളി ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നല്ല പഴുത്ത തക്കാളി. അപ്പോൾ ഈ തക്കാളിയുടെ വെള്ളവും ഈ ചിക്കൻ്റെ വെള്ളവും കൂടെ കൊണ്ടാണ് ഈ കറി വേവുന്നത്. ഒട്ടും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല.
അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് അറിയാമല്ലോ, ഇത് വേകണമെങ്കിൽ ഒരു 25 മിനിറ്റ് ഒക്കെ വേണം. സാധാരണ നമ്മൾ ചിക്കൻ വേവിക്കുന്ന അത്രയും സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ആദ്യം ഒന്ന് ഇതിൽ കൂട്ടിയിട്ടിട്ട് പിന്നെ തീ കുറച്ച് കൊടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നിന്ന് ധാരാളം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം, ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇതാ വെള്ളം ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ചേർക്കാത്തതാണ് നല്ലത്. അപ്പോൾ തേങ്ങ വറുത്ത തേങ്ങയുടെ അകത്തൊക്കെ കിടന്നിട്ട് ഇറച്ചി നന്നായിട്ട് നല്ല ടേസ്റ്റായിട്ട് വരും. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇതാന്നുണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നമ്മുടെ കറി ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ സമയത്ത് നമുക്ക് വെള്ളം കൂടുതൽ വേണ്ടവർക്ക് ഒരല്പം വെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി വെന്തിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയാണ്. ഇങ്ങനെ തിക്കായിട്ട് ഇരിക്കണം. ഉപ്പൊക്കെ പാകത്തിനാണ് കേട്ടോ, ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1-1.5 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ആ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പ് ഓഫാക്കാം. ഇവിടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത്തിരി തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കറി വിളമ്പി കഴിക്കാം. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണല്ലോ നല്ല ടേസ്റ്റായിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത്തിരി നേരം കറി ഇവിടെ ഇരിക്കട്ടെ. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.